ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാറ്റിൽ പരന്ന സുഗന്ധം എന്ന നോവലാണ്. അതിൻ്റെ 21ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ട് കേൾക്കുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ പെട്ടെന്ന് വീഡിയോസ് കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. തുടർച്ചയായിട്ട് കേൾക്കുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എനിക്ക് വേണ്ടി 2 വാക്ക് കുറിക്കാനും. അപ്പോൾ നമ്മൾ നോവലിലേക്ക് പോയാലോ. കാറ്റിൽ പരന്ന സുഗന്ധം, അധ്യായം 21, നോവൽ തുടർച്ച. പക്ഷേ അമ്മേ, ഇതതുപോലെയൊന്നല്ല. അല്ലായിരിക്കും, എങ്കിലും ആരെയും ഇങ്ങോട്ട് വിടാതിരിക്കുന്നതാണ് അമ്മയ്ക്കിഷ്ടം. മനസ്സിലായില്ലേ? ശ്രീലത ടീച്ചർ ഇതാ വന്നു. വെക്കുവാണേ. സുശീല ഫോണ് കട്ട് ചെയ്തു. എന്നിട്ട് രജനിയൊന്ന് നോക്കി. നീ എന്താ പന്തം കണ്ട പെരിച്ചായെ പോലെ? ശ്രീലത ടീച്ചറിൻ്റെ നാത്തുവിൻ്റെ പുതിയ വീടിൻ്റെ പാലുകാച്ച് കഴിഞ്ഞ മാസം നടന്നല്ലേ? പിന്നെന്തിനാണ് സൂരജ്മോനോട് കള്ളം പറഞ്ഞത്? ചിലപ്പോൾ നമുക്ക് ചില കള്ളങ്ങളൊക്കെ പറയേണ്ടി വരും, സ്വയം രക്ഷിക്കാൻ. അതിൽ തെറ്റൊന്നുമില്ല. എനിക്ക് മനസ്സിലായില്ലേ ചേച്ചി. അവൻ ചികിത്സിച്ച് ഭേദമാക്കിയ ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് എന്നെ കണ്ട് നന്ദി പറയാൻ. അത് നല്ലതല്ലേ? ചേച്ചിക്ക് അഭിമാനിക്കാമല്ലോ. ആ അഭിമാനം എനിക്ക് വേണ്ടെങ്കിലോ? ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. അവനിനി ഇവിടെ വരുമ്പോൾ ഇക്കാര്യം എഴുന്നള്ളിച്ചേക്കരുത്. ശാസനാഭാവത്തിൽ രജനിയെ ഒന്ന് നോക്കിയിട്ട് സുശീല വീട്ടിലേക്ക് കയറിപ്പോയി. പൂജാമുറിയിലെ ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് സുശീല ചെന്ന് നിന്ന് കൈകൾ കൂപ്പി. കാണാൻ കൊതിച്ച കാലത്ത് നീ കൊണ്ടുവന്നില്ല. ഇനി എനിക്ക് കാണണ്ട. അവളുടെ കണ്ണുകൾ നനഞ്ഞു. കാറ് ഡാണാപ്പടി കഴിഞ്ഞിരുന്നു. ദേവിക മുഖത്തു നിന്നും കറുത്ത കണ്ണട എടുത്ത് മാറ്റി. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഗോപി സീരിയസ് ആയിട്ട് എടുക്കുമോ? ഒരു പുതിയ വീട് വെച്ച് നമുക്ക് ഈ നാട്ടിൽ സെറ്റ് ചെയ്താലോ? എന്ത് ഭംഗിയുള്ള സ്ഥലമാണ്, അവൾ പറഞ്ഞു. ഡ്രൈവ് ചെയ്യുകയായിരുന്നെങ്കിലും ഗോപികൃഷ്ണൻ ചിന്താമഗ്നനായിരുന്നു. നമുക്ക് ആലോചിക്കുന്ന കാര്യമാണത്, അയാളെ പെട്ടെന്ന് പറഞ്ഞു. നമ്മൾ ബാംഗ്ലൂർ വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. അമ്മയ്ക്ക് ആഗ്രഹം നമ്മൾ നെയ്യാറ്റിൻകര വീട്ടിൽ താമസിക്കണമെന്നാണ്. ഇന്നലെ അക്കാര്യം എന്നോട് സൂചിപ്പിച്ചു. ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ദേവിക വിൻഡോ ഗ്ലാസ്സിലൂടെ പുറത്തെ കാഴ്ചകൾ നോക്കിയിരുന്നു. കായലും കുളങ്ങളും അമ്പലങ്ങളും അതൊക്കെ എനിക്കൊരു പുതുമയാണ്. ആകെ 2 തവണ മാത്രമേ ഗോപി എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. പരിഭവം പോലെ അവൾ പറഞ്ഞു. നമ്മളങ്ങനെ കേരളത്തിൽ വരാറില്ലായിരുന്നല്ലോ. വല്ലപ്പോഴൊക്കെ കരുവാറ്റയിൽ വന്നിട്ടല്ലേ ഉള്ളൂ, അയാൾ ചോദിച്ചു. അത് ശരിയാണ്, പക്ഷെ വർഷത്തിൽ 1 തവണയെങ്കിലും വരാമായിരുന്നല്ലേ. പിന്നെ ഗോപിയോട് പലതവണ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമുണ്ട്, പക്ഷെ എന്തുകൊണ്ട് ചോദിക്കാൻ തോന്നിയില്ല, അവൾ പറഞ്ഞു. എന്താണ്? ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ച് അയാൾ ചോദിച്ചു. 23ാമത്തെ വയസ്സിൽ നാട് വിട്ടു എന്ന് എന്നോടൊരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ തിരിച്ചു വന്നത് നീണ്ട വർഷത്തിന് ശേഷവും. എന്തായിരുന്നു നാട് വിടാനുള്ള കാരണം? എൻ്റെ ചെറിയമ്മാവൻ മലേഷ്യയിലുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഡിഗ്രിയൊക്കെ പാസ്സായി പാരലൽ കോളേജിൽ പഠിപ്പിച്ച് ഒരു ലക്ഷ്യമില്ലാതെ നടന്ന കാലത്താണ് എന്നെ കൂടി കൊണ്ടുപോകാമെന്ന് ചെറിയമ്മാവൻ കത്തെഴുതി അറിയിച്ചത്. പോകാൻ ആഗ്രഹം ഉണ്ടായതെങ്കിലും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ അത്തവണ ലീവിൽ വന്നപ്പോൾ ചെറിയമ്മാവൻ എന്നെയും കൊണ്ടുപോയി. അവിടെ വെച്ചൊരു മറാത്തി പെണ്ണിനെ കല്യാണം കഴിച്ചതും അവളെ പഴയ കാമുകൻ്റെ കൂടെ പോയതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, മോൾക്കന്ന് 5 വയസ്സാണ്. അവളെ നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ മലേഷ്യ വിട്ടത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ജീവിതകാലം മുഴുവൻ അവിടെ അച്ഛനുമില്ല അമ്മയില്ല. പിന്നെ ആർക്കു വേണ്ടിയാണ് നാട്ടിലേക്ക്? ചേച്ചിയമ്മ. ഇപ്പോഴും നാടുമായി എന്നെ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു കണ്ണി ഞാൻ ചേച്ചിയമ്മ എന്ന് വിളിക്കുന്ന മൂത്ത ചേച്ചി മാത്രമാണ്, ഗോപികൃഷ്ണൻ പറഞ്ഞു. തറവാട്ടിൽ ഇപ്പോഴും താമസിക്കുന്നത് ചേച്ചിയമ്മ എന്ന് അയാൾ വിളിക്കുന്ന ഇന്ദിരയാണ്. അവരുടെ ഭർത്താവ് 4 കൊല്ലം മുമ്പ് മരിച്ചു. 2 മക്കളും വിദേശത്താണ്. ബന്ധത്തിലുള്ളൊരു സ്ത്രീയോടൊപ്പമാണ് ചേച്ചിയമ്മ താമസിക്കുന്നത്. തറവാട് ചേച്ചിയമ്മ എടുത്തോളൂ എന്ന് ഞാൻ പറഞ്ഞതാണ്, പക്ഷെ അവർ സമ്മതിച്ചില്ല. എന്നെങ്കിലും നീ നാട്ടിൽ വരുമ്പോൾ കയറി കിടക്കാൻ ഒരിടം വേണം, ഇളയവൻ നീയല്ലേന്ന്. കുടുംബ വീട് നിനക്കിരിക്കട്ടെ, അങ്ങനെയൊക്കെ അവർ പറഞ്ഞത്. പക്ഷെ തൊട്ടടുത്ത് തന്നെ മക്കൾ 2 പേരും
വലിയ 2 വീടുകൾ പണിഞ്ഞിട്ടുണ്ട്. എന്നാലും ഓടുമേഞ്ഞ പഴയ തറവാട്ടിൽ ജീവിക്കാനാണ് ചേച്ചിയമ്മയ്ക്ക് ഇഷ്ടം. ഗോപികൃഷ്ണനും ദേവികയും ചെന്നപ്പോൾ അവരെ പ്രതീക്ഷിച്ച് ഗേറ്റ് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വലിയ പറമ്പിൻ്റെ നടുവിലാണ് പഴയ മാതൃകയിൽ പണിയിച്ച ആ ഇരുനില വീട്. നാട്ടിലെ പ്രമാണിയായിരുന്നു അപ്പൂപ്പൻ. അച്ഛനോ വില്ലേജ് ഓഫീസറും. അതിൻ്റെ പ്രൗഢിയുണ്ടായിരുന്നു ആ വീടിന്. ഗേറ്റിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് കാറോടിച്ച് ചെല്ലണം വീട്ടുമുറ്റത്തെത്താൻ. പഞ്ചാരമണൽ വിരിച്ച പോലെയുള്ള മുറ്റത്ത് കാറ് ചെന്ന് നിന്നപ്പോഴാണ് ഗോപികൃഷ്ണൻ്റെ മൊബൈലിലൊരു കോൾ വന്നത്. സൂരജാണ് വിളിക്കുന്നത്. മൊബൈലെടുത്ത് അയാൾ പറഞ്ഞു. വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തരാനായിരിക്കും. ദേവികയ്ക്ക് ഉത്സാഹമായി. ഹലോ സൂരജ്. ഗോപികൃഷ്ണൻ കോൾ എടുത്തു. അങ്കിള് ഡ്രൈവ് ചെയ്യുകയാണോ? സൂരജ് ചോദിച്ചു. അല്ല, കരുവാറ്റ വീട്ടിലെത്തി. ഇന്ന് അമ്പലപ്പുഴയ്ക്ക് പോകാൻ പ്ലാനുണ്ടോ? 4 മണിയാകുമ്പോൾ പോകാനിരിക്കുകയാണ്. സൂരജിൻ്റെ അമ്മയെ കാണണമെന്ന് ദേവിക്ക് നിർബന്ധം. പിന്നെ അമ്പലത്തിലേക്കും പോകണം. തിരിച്ച് കരവാറ്റയിൽ വന്നിട്ട് നാളെ രാവിലെ നെയ്യാറ്റിൻകരയ്ക്ക് പോകണം. ഗോപികൃഷ്ണൻ പറഞ്ഞു. പക്ഷേ അമ്മ ഇന്ന് വീട്ടിലുണ്ടാവില്ലേ? ഞാനിപ്പോൾ വിളിച്ചു. അന്നേരമാണ് അറിഞ്ഞത്. അമ്മയും ഒരു കൂട്ടുകാരിയും കൂടി മാന്നാറിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. നിലവിളക്ക് വാങ്ങാനാണ്. വരുമ്പോൾ ചിലപ്പോൾ ലേറ്റായേക്കും. അയ്യോ, അത് കഷ്ടമായിപ്പോയല്ലോ. സൂരജിൻ്റെ അമ്മയെ കാണണമെന്നാണ് മനീഷയുടെ അമ്മ ആഗ്രഹിക്കുന്നത്. അതിലൊരു തെറ്റില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായെങ്കിൽ. പക്ഷേ അമ്മ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. നാട്ടിൻപുറത്തുകാരിയല്ലേ. പരിചയമില്ലാത്തവരോട് മിണ്ടാൻ പോലും വലിയ നാണാണ്. സാരമില്ല, നമുക്ക് വേറൊരിക്കൽ. എങ്കിൽ പിന്നെ അടുത്ത തവണ വരുമ്പോഴാട്ടെ, ഗോപികൃഷ്ണൻ പറഞ്ഞു. അതായിരിക്കും നല്ലത്. ശരി, തിരുവനന്തപുരത്ത് വരുമ്പോൾ നമുക്ക് കാണാം. ഗോപികൃഷ്ണൻ കോള് കട്ട് ചെയ്തു. ദേവികയോട് വിവരം പറഞ്ഞപ്പോൾ വലിയ സങ്കടമായി. സൂരജിനെ പോലെ ഒരു മോനെ കിട്ടാൻ ഏതമ്മയാണ് ആഗ്രഹിക്കാത്തത്? സൂരജിൻ്റെ അമ്മ ഭാഗ്യവതിയാണ്. മോളെ രക്ഷപ്പെടുത്തിയ മകൻ്റെ അമ്മയെ എന്തായാലും എനിക്ക് കണ്ടേ പറ്റും. നാളെ രാവിലെ നമുക്ക് അമ്പലപ്പുഴയ്ക്ക് പോയാൽ മതി. ദേവിക ഷാഢ്യം പിടിച്ചു. ശരി, നാളെ പോകാം. ഒരു വിരോധമില്ല. ഗോപികൃഷ്ണൻ സമ്മതിച്ചു. 2 പേരും പൂമുഖത്തേക്ക് കയറി ചെന്നു. ഇന്ദിരാമ്മ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. വയസ്സ് 60 കഴിഞ്ഞെങ്കിലും ആരോഗ്യത്തിനൊരു കുറവുമില്ലായിരുന്നു അവർക്ക്. സെറ്റുമുണ്ടും ബ്ലൗസുമായിരുന്നു വേഷം. രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് വന്നതിൻ്റെ ചന്ദനക്കുറി അപ്പോഴും നെറ്റിയിലുണ്ട്. എന്തായിരുന്നു 2 പേരും കൂടി ഒരു തർക്കം? പുഞ്ചിരിയോടെ ഇന്ദിരാമ്മ ചോദിച്ചു. ഒന്നുമില്ല ചേച്ചി, അമ്പലപ്പുഴ വരെ പോകണമെന്ന് ഞാൻ പറഞ്ഞതാ. ഇന്നല്ലെങ്കിൽ നാളെ, ദേവിക പറഞ്ഞു. അതിനെന്താ, ഇവൻ വന്നില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകാമല്ലോ. ദേവികയെ മണി 2 ഇനി ചോറുണ്ടിട്ട് മതി ബാക്കി സംസാരം, ഇന്ദിരാമ്മ പറഞ്ഞു. 2 പേരെയും അവർ ഊണുമുറിയിലേക്ക് കൊണ്ടുപോയി. ചോറും കറികളും മേശപ്പുറത്ത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ദിരാമ്മയുടെ സഹായി ലളിതയുണ്ടായിരുന്നു അവിടെ. എന്താ ലളിത, സുഖമല്ലേ? അവരെ കണ്ട് ഗോപികൃഷ്ണൻ തിരക്കി. ഗോപികൃഷ്ണനും ലളിതയും ഏതാണ്ട് ഒരേ പ്രായമായിരുന്നു. ഇന്ദിര പപ്പച്ചി ഉള്ളതുകൊണ്ട് സുഖമായിരിക്കുന്നു ഗോപി, ലളിത പറഞ്ഞു. മകൾ ഉപേക്ഷിച്ച സ്ത്രീയാണ് ലളിത. ഭർത്താവ് പണ്ടേ പോയി. ഇന്ദിരയും ലളിതയും കൂടിയാണ് ഗോപികൃഷ്ണനും ദേവികയ്ക്കും ഭക്ഷണം വിളമ്പിക്കൊടുത്തത്. കഴിക്കുന്നതിനിടയിൽ അവർ വിശേഷങ്ങൾ പറയുന്നുണ്ടായിരുന്നു. മനീഷ മോൾക്ക് യാത്ര ചെയ്യാനുള്ള ആരോഗ്യം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അവളെ കൂടി കൊണ്ടുവന്നേനെ, ദേവിക പറഞ്ഞു. ഹോസ്പിറ്റലായിരുന്നപ്പോൾ എനിക്കൊന്ന് വന്ന് കാണണമെന്നുണ്ടായിരുന്നു. വന്നാലും കാണാൻ പ്രയാസമായിരിക്കുമെന്ന് ഗോപി പറഞ്ഞതുകൊണ്ടാണ് പിന്നെ വരാഞ്ഞത്, ഇന്ദിരാമ്മ പറഞ്ഞു. അതിനെന്താ ചേച്ചി, അടുത്ത മാസം ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട്. അന്നേരം അവളെ കൊണ്ടുവരാം, ദേവിക ഏറ്റു. ഊണ് കഴിച്ചിട്ട് അവർ എഴുന്നേറ്റു. ഗോപിക്ക് കിടക്കണമെങ്കിൽ മോളിലത്തെ മുറി റെഡിയാക്കിയിട്ടുണ്ട്, ലളിത പറഞ്ഞു. ഗോപി പോയിക്കോ, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ദേവിക അനുവാദം കൊടുത്തു. കാറിൽ നിന്നെടുത്ത സ്യൂട്ട് കേസുമായി ഗോപികൃഷ്ണൻ മുകളിലേക്ക് മെല്ലെ കോണിപ്പടികൾ കയറി. തേക്ക് തടിയുടെ പലക കൊണ്ട് നിർമ്മിച്ച മരകോവണിയായിരുന്നു അത്. തലമുറകൾ കഴിഞ്ഞിട്ടും അതിനൊരു ഇളക്കവും വന്നിട്ടില്ല. എപ്പോഴും എന്ന പോലെ ശീലം കൊണ്ട് കുപ്പി വളത്തുണ്ടുകൾ കോണിപ്പടിയിൽ വീണ് കിടപ്പുണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ് അയാൾ മുകളിലേക്ക് കയറിയത്. മുകളിൽ ചെന്ന് വാതിൽ തുറന്ന് അയാൾ മുറിയിലേക്ക് കയറി. കൊത്തുപണികളുള്ള വീട്ടിക്കട്ടിലിൽ ലളിത പുതിയ ഷീറ്റ് വിരിച്ചിരിക്കുന്നു. ജനാലകളും തറയും വൃത്തിയാക്കിയിരിക്കുന്നു. സ്യൂട്ട് കേസ് മേശപ്പുറത്തേക്ക് വെച്ചിട്ട് ഗോപികൃഷ്ണൻ ജനാലയിലൂടെ
ഇരുപാളികളും തുറന്നു വച്ചു. ജനലഴികളിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കിഴക്കേ പറമ്പ് കാണാം. പണ്ടത്തെ കാഴ്ചയല്ല ഇപ്പോൾ. കിഴക്കേ പറമ്പിലെ ഓടുമേഞ്ഞ ചെറിയ വീടുണ്ടായിരുന്നു. മുറ്റത്ത് തുളസിയും ബന്ദിയും ആകാശമുല്ലയും ശംഖുപുഷ്പമൊക്കെ വളർന്നു നിന്നിരുന്നു. രണ്ട് പറമ്പുകളെയും വേർതിരിച്ചിരുന്ന കടലാവണക്കിൻ കമ്പുകൾ കൊണ്ടുണ്ടാക്കിയ വേലിയായിരുന്നു. വേലിക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒരു വിടവുണ്ടായിരുന്നു. ഇപ്പോൾ കിഴക്കേ പറമ്പിൽ ചെറിയ വീടില്ല. അവിടെ ഒരു കോൺക്രീറ്റ് വീട് ഉയർന്നിരിക്കുന്നു. വേലിക്ക് പകരം മതിലാണുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ആരുമില്ലായിരുന്നു. ജീൻസ് മാറ്റി മുണ്ടെടുത്തിട്ട് അയാൾ കട്ടിലിൽ നിവർന്ന് കിടന്നു. പഴയ സീലിംഗ് ഫാൻ മുകളിൽ മടിയോടെ കറങ്ങിത്തിരിഞ്ഞു. അറിയാതെ അയാളുടെ കണ്ണുകൾ അടഞ്ഞു. ഉച്ച കഴിഞ്ഞ നേരമായിരുന്നു അത്. പഞ്ചായത്ത് ലൈബ്രറിയിൽ നിന്നും തലേന്ന് വൈകുന്നേരം എടുത്തുകൊണ്ടുവന്ന നോവല് വായിക്കുകയായിരുന്നു. ആ സമയത്താണ് ശബ്ദമുണ്ടാക്കാതെ പതുങ്ങി പതുങ്ങി കോണിപ്പടി കയറി അവൾ വന്നത്. അതോടെ അയാൾ നോവലടച്ചു. അവൾ അയാളുടെ മാറിലേക്ക് ചാഞ്ഞു. രാവിലെയല്ലേ നീ കുളിച്ചത്? അയാൾ ചോദിച്ചു. അമ്പലക്കുളത്തിൻ്റെ മണം ഇപ്പോഴും പോയിട്ടില്ല. അത് ആമ്പൽപ്പൂവിൻ്റെ മണാ. അമ്പലക്കുളത്തിൽ ധാരാളം ആമ്പൽപ്പൂവ് വിരിയുമായിരുന്നു. പെൺകുട്ടികൾ നീന്തി തുടിച്ചു നിന്ന് അതൊക്കെ പൊട്ടിച്ചെടുക്കുമായിരുന്നു. പാവാടത്തുമ്പിന് താഴെ അവളുടെ വെളുത്ത തുടുത്ത പാദങ്ങൾ അയാൾ കണ്ടു. നിനക്ക് 2 വെള്ളിപ്പാദസരങ്ങൾ വാങ്ങിത്തന്നാലോ എന്ന് ഞാൻ പലതവണ ചിന്തിച്ചതാ. പക്ഷേ പിന്നെന്താ വാങ്ങിത്തരാത്തത്? പാദസരം കിലുങ്ങില്ലേ? നിനക്കിങ്ങനെ ശബ്ദം ഉണ്ടാക്കാതെ വരാൻ പറ്റുമോ? പാദസരം കിലുങ്ങും പോലെ അവൾ ചിരിച്ചു. അയാൾ പെട്ടെന്ന് അവളുടെ വായ പൊത്തി. ചേച്ചിയമ്മ കേൾക്കും പെണ്ണേ, ഞാൻ നോക്കിയിട്ടാണ് വന്നത്. ചേച്ചി ചന്ദ്രേട്ടന് കത്തെഴുതുക, ഇൻലൻഡ് തുറന്നു വെച്ചിട്ട്. ഈ സമയത്ത് ഭൂമികുലുക്കം ഉണ്ടായപ്പോലും ഇന്ദ്രേച്ചി അറിയില്ല. മിലിട്ടറിയിലായിരുന്നു ചന്ദ്രേട്ടൻ. പഞ്ചാബിൽ നിന്നും ആസാമിലേക്കും അവിടെ നിന്ന് സിക്കിമിലേക്കും. എനിക്ക് പാദസരമല്ല വേണ്ടത്, അവൾ പറഞ്ഞു. ഒരു താലി വാങ്ങി ചരടിൽ കോർത്ത് കെട്ടിത്തന്നാൽ മതി, അത്രയേ ഉള്ളൂ. ആ ഓർമ്മയിൽ ഗോപികൃഷ്ണൻ്റെ ഹൃദയം ഒന്ന് തേങ്ങി. വൈകുന്നേരം ചായയോടൊപ്പം കഴിക്കാൻ കാച്ചിലും ചേമ്പും പുഴുങ്ങി കാന്താരി ചമ്മന്തിയാണ് ഇന്ദിരാമയും ലളിതയും കൂടി ഉണ്ടാക്കിയത്. നല്ല സ്വാദ്. അത് കഴിച്ചിട്ട് ദേവിക പറഞ്ഞു. സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുമ്പോൾ മാല ചാർത്താനായി പൂക്കൾ പറിക്കാൻ ഇന്ദിരാമ പോയി. കുളിക്കാനായി ദേവികയും. ഗോപികൃഷ്ണൻ പൂമുഖത്ത് കസേരയിൽ വെറുതെ ഇരുന്നു. ആ സമയത്ത് ലളിത അയാളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ മുഖം കണ്ടപ്പോൾ എന്തോ പറയാനുണ്ടെന്ന് അയാൾക്ക് തോന്നി. എന്താ ലളിതേ? ഗോപിയുടെ പഴയ ആളിനെ ഞാനൊരു ദിവസം കണ്ടായിരുന്നു, അമ്പലപ്പുഴ അമ്പലത്തിൽ വെച്ചിട്ട്. അയാൾ ഞെട്ടലോടെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. അധ്യായം 10. ആരുടെ കാര്യമാണ് ലളിത പറയുന്നത്? അമ്പരപ്പ് പുറത്ത് കാണിക്കാതെ ഗോപികൃഷ്ണൻ ചോദിച്ചു. സുശീലയുടെ കാര്യം. അല്ലാതാരുടെയാ? രഹസ്യഭാവത്തിൽ ലളിത പറഞ്ഞു. ഗോപികൃഷ്ണൻ അവരെ പകച്ചു നോക്കി. കിഴക്കേ വീട്ടിലെ സുശീലയോ? ഒരിക്കൽ കൂടി ഉറപ്പാക്കാൻ അയാൾ ചോദിച്ചു. അതെ, അല്ലെങ്കിൽ പിന്നെ അക്കാര്യം ഞാനെന്തിന് ഗോപിയോട് പറയണം? എന്നാണ് കണ്ടത്? കുറേ നാളായി, 2 കൊല്ലമെങ്കിലും ആയിക്കാണും. കണ്ട അതേ സുശീല, ഒരു മാറ്റമില്ല. ഇത്തിരി വണ്ണം വെച്ചിട്ടുണ്ടെന്നല്ലാതെ സൗന്ദര്യത്തിനൊരു കുറവും വന്നിട്ടില്ല. എന്നിട്ടെന്താ ഈ കാര്യം എന്നെ ഇതുവരെ അറിയിക്കാഞ്ഞേ? നിരാശയോടെ അയാൾ ചോദിച്ചു. അതിനുശേഷം ആദ്യമായിട്ടല്ലേ ഗോപി ഇപ്പോൾ വരുന്നത്. ഇന്ദ്രചേച്ചിയോട് ഫോണിൽ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ അടുത്ത് കാണും. പക്ഷേ ഫോൺ മേടിച്ച് ഞാൻ എങ്ങനെ ഇക്കാര്യം പറയും? ലളിത പറഞ്ഞാലും കാര്യമുണ്ടല്ലോ. ഇന്ദ്രചേച്ചിക്ക് എല്ലാം അറിയെങ്കിലും അതെല്ലാം അടഞ്ഞ അധ്യായങ്ങളാണ്. തന്നെയല്ല, ദേവികയുടെ ചെവിയിൽ അതൊന്നും എത്തിക്കാതിരിക്കുന്നതല്ലേ ഭംഗി. സുശീല തനിച്ചായിരുന്നോ അതോ? അയാൾ ആകാംക്ഷയോടെ ലളിതയെ നോക്കി. ഒറ്റയ്ക്കായിരുന്നു. പാൽപ്പായസം മേടിക്കാൻ ചീട്ടുമായിട്ട് എന്നെ ക്യൂവിൽ നിർത്തിയിട്ട് ഇന്ദിരചേച്ചി കൂത്തമ്പലത്തിലിരുന്ന് ഒരു കൂട്ടുകാരിയായിട്ട് സംസാരിക്കുകയായിരുന്നു. തൊഴുതിറങ്ങി വന്ന സുശീലയെ അന്നേരം ഞാൻ കണ്ടത്. സെറ്റുമുണ്ടായിരുന്നു വേഷം. എന്നാലും ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ആളെ മനസ്സിലായി. 25 അതിലധികമോ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നതെങ്കിലും. ശബ്ദിക്കാനാവാതെ ഗോപികൃഷ്ണൻ ലളിതയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ക്യൂവിൽ നിന്നിറങ്ങി പിന്നാലെ ചെന്ന് സുശീലയുടെ കൈ പിടിച്ച് നിവർത്തി. എന്നെ കണ്ട് അവളൊന്ന് ഭയന്നു. പക്ഷെ പെട്ടെന്ന് ചിരിച്ചു. ഞാൻ ചോദിച്ചു, നീ ഇപ്പോൾ എവിടെയാണെന്ന്.
പാലക്കാട്ടാണെന്നാ അവൾ പറഞ്ഞത്. ഒരു വഴിപാടുണ്ടായിരുന്നു, അത് ചെയ്യിക്കാൻ അമ്പലത്തിൽ വന്നതെന്ന്. ഫാമിലിയെക്കുറിച്ച് ചോദിച്ചില്ലേ? ചോദിച്ചു. ഒരു മോനുണ്ട്, പഠിക്കുവാണെന്ന് പറഞ്ഞു. ഹസ്ബൻഡിന് എന്താണ് ജോലിയെന്ന് ചോദിച്ചപ്പോൾ മറുപടി പറയാതെ ഒന്ന് ചിരിച്ചതേ ഉള്ളൂ അവൾ. എന്നെക്കുറിച്ച് തിരക്കിയോ സുശീല? അയാൾ ചോദിച്ചു. ഇല്ല, ഞാനിട്ട് പറഞ്ഞതുമില്ല. നിരാശയോടെ അയാൾ മുഖം കുനിച്ചു. അവളുടെ അമ്മൂമ്മയാണ് അവളെ കൊണ്ടുപോയി കല്യാണം കഴിപ്പിച്ചു വിട്ടതെന്ന് തോന്നുന്നു. ഗോപി ആ സമയത്ത് മലേഷ്യയിലല്ലായിരുന്നോ? ലളിതയ്ക്ക് അവളുടെ അഡ്രസ്സ് മേടിച്ച് വെക്കായിരുന്നു, അയാൾ പറഞ്ഞു. എന്തിന്? അന്വേഷിച്ചു എന്ന് അവളുടെ കുടുംബം കലക്കാനോ? ഓരോരുത്തർക്കും ഓരോരുത്തർ വിധിച്ചിട്ടുണ്ട്, അതേ നടക്കൂ. ലളിത അയാളെ ആശ്വസിപ്പിച്ചു. സുശീല ഇപ്പോൾ പാലക്കാട്ടെന്നാണോ പറഞ്ഞത്? അയാൾ ചോദിച്ചു. അങ്ങനെയാണ് പറഞ്ഞത്. ഭർത്താവിൻ്റെ വീട് അവിടെയായിരിക്കും. തനിച്ചായിരിക്കും അവിടുന്ന് ഇവിടം വരെ? ബന്ധുവീട് വല്ലതും അടുത്തുണ്ടോയെന്ന് മറ്റോ പറഞ്ഞോ ലളിതേ? ഇല്ല, മോനോ ഭർത്താവോ കൂടെ വന്നതാണ്. മോൻ എന്താണ് പഠിക്കുന്നതെന്ന് അറിയാമോ? ഇല്ല, അതൊന്നും ചോദിക്കാനുള്ള സമയം കിട്ടിയില്ലേ. അവൾക്ക് പോകാൻ ധൃതിയായിരുന്നു. എനിക്കാണെങ്കിൽ ക്യൂവിലും പോയി നിൽക്കണമായിരുന്നു. ഇന്ദിര ചേച്ചിയോട് പറഞ്ഞായിരുന്നു ഇക്കാര്യം? ഗോപികൃഷ്ണൻ ചോദിച്ചു. പറഞ്ഞായിരുന്നു. അവളെ കണ്ട കാര്യം ആരോടും പറയണ്ട എന്ന് ചേച്ചി എന്നോട് പറഞ്ഞു. കണ്ടിട്ട് അവൾ നല്ല സന്തോഷത്തിലാണെന്നാണ് എനിക്ക് തോന്നി. പഴയതിലും മിടുക്കിയായിരുന്നു. ഗോപി ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. മാല കെട്ടാൻ പൂക്കൾ പറിച്ചുകൊണ്ട് ഇന്ദിര ചേച്ചി വരുന്നത് കണ്ട് ലളിത വേഗം സ്ഥലം വിട്ടു. സുശീലയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ മുഴുകി ഗോപികൃഷ്ണൻ അങ്ങനെ ഇരുന്നു. അവൾ പാലക്കാടുണ്ട്. അവിടെ ആരാണ് പരിചയക്കാരുള്ളത്? അയാൾ ഓർത്തുപോയി. ഓർമ്മയിൽ ആരും വരുന്നില്ല. പാലക്കാട് വരെ ഒന്ന് പോയാലോ? പക്ഷെ ടൗണിലാണെന്ന് ഒരു ഉറപ്പുമില്ല. ജില്ലയിൽ ഏതെങ്കിലും ഭാഗത്തായിരിക്കും. പക്ഷെ ഒന്ന് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. സേതുമാധവനെ ഒപ്പം കൂട്ടാം. ചിലപ്പോൾ അയാൾക്ക് അവിടെ ബന്ധുക്കളോ പരിചയക്കാരോ ഉണ്ടെങ്കിലോ. എന്താണൊരു ചിന്ത? കുളി കഴിഞ്ഞ് വന്ന ദേവിക അയാളെ കണ്ട് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ വെറുതെ. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? പുഞ്ചിരിയോടെ അവൾ ചോദിച്ചു. എന്താണ്? ടീനേജ് കാലത്ത് നാട്ടിൽ വല്ല പ്രേമമുണ്ടായിരുന്നു? ഏയ്, അങ്ങനൊന്നും. അയാളുടെ മുഖം വിളറി. പക്ഷേ ഇപ്പോൾ ഗോപിയുടെ മുഖം കണ്ടിട്ട് ഒരു നിരാശാകാമുകൻ്റെ ലുക്കുണ്ട്, ദേവിക പറഞ്ഞു. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു ആൺകുട്ടിയോട് ഇഷ്ടം തോന്നാത്ത പെൺകുട്ടികൾ കാണുമോ? അതുപോലെ ഏതെങ്കിലും പെൺകുട്ടിയോട് പ്രണയം തോന്നാത്ത ആൺകുട്ടികളും കാണില്ല, അയാൾ പറഞ്ഞു. അതുപോലെയുള്ളൂ. അതിലപ്പുറം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ എന്താ? വയസ്സ് 50 ഇനി അതൊക്കെ ഓർത്തിട്ടെന്താ ഫലം? അങ്ങനെ ഒരു പെണ്ണിനോട് ഗോപിക്ക് പ്രണയം ഉണ്ടായിരുന്നില്ലെന്ന കേൾക്കാനാണ് എനിക്കിഷ്ടം. ദേവിക അയാളുടെ അടുത്തിരുന്നു. ഈറൻമുടിയുടെ ഗന്ധം ഗോപികൃഷ്ണൻ അപ്പോൾ അനുഭവപ്പെട്ടു. അമ്പലക്കുളത്തിൽ കുളിച്ചു വരുമ്പോഴുള്ള മണവും കിണറ്റിലെ വെള്ളത്തിൽ കുളിച്ചു വരുമ്പോഴുള്ള മണവും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കൽ കൂടി അയാൾക്കപ്പോൾ മനസ്സിലായി. ഗോപി ഒരു കല്യാണം കഴിച്ചു, ഞാനും ഒരു കല്യാണം കഴിച്ചു. അത് സ്വാഭാവികം, അതിലൊരു തെറ്റുമില്ല. രണ്ടുപേരെയും നമുക്ക് നഷ്ടപ്പെട്ടു. അവർ രണ്ടുപേരും ഇപ്പോൾ നമ്മുടെ മനസ്സിലില്ല. ഉണ്ടെങ്കിൽ തന്നെ അവർ നമുക്ക് ആരുമല്ല. ദേവിക എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. പക്ഷെ ഗോപിയുടെ മനസ്സിൽ വേറൊരു പെണ്ണുണ്ടെന്ന് അറിഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല, താങ്ങാൻ പറ്റില്ല. കാരണം എൻ്റെ ഏക ആശ്രയമാണ് ഗോപി. അതിനിളക്കം തെറ്റിയാൽ ചിലപ്പോൾ വീണ്ടും എൻ്റെ സമനില തെറ്റിയെന്ന് വരും. ദേവിക പറഞ്ഞത് കേട്ട് അയാൾ ഞെട്ടി. ഒരിക്കലുണ്ടായ മാനസിക വിഭ്രാന്തിയിൽ നിന്നും വളരെ പാടുപെട്ടാണ് അവിടെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. ഇനിയും അങ്ങനെ വല്ലതും സംഭവിച്ചാൽ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയേ നിവൃത്തിയുള്ളൂ. പാലക്കാട്ടേക്ക് പോകണ്ട, സുശീലയെ അന്വേഷിക്കണ്ട, അവളെ കാണണ്ട, അവളുടെ ഒരു വിവരം അറിയുകയും വേണ്ട. ഗോപികൃഷ്ണൻ തീരുമാനിച്ചു. നാളെ നമ്മൾ എപ്പോഴാണ് അമ്പലപ്പുഴയ്ക്ക് പോകുന്നത്? പെട്ടെന്ന് ദേവിക ചോദിച്ചു. രാവിലെ പോകാം. അമ്പലത്തിൽ ചെന്ന് തൊഴുത് പാൽപ്പായസവും വാങ്ങണം. ഉടൻ തന്നെ തിരിച്ചു പോയാൽ പായസം ചീത്തയാവും മുമ്പ് മോൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും, അയാൾ പറഞ്ഞു. എങ്കിൽ ആദ്യം നമുക്ക് സൂരജൻ്റെ വീട്ടിൽ പോകാം. അവിടെ ചെന്ന് അമ്മയെ കണ്ടിട്ട് മതി അമ്പലത്തിൽ പോകുന്നത്. പായസം ഫ്ലാസ്കിലാക്കിയ ചൂടാറാതെ നെയ്യാറ്റിൻകരയിൽ എത്തിക്കാം, അവൾ പറഞ്ഞു. എങ്കിൽ നമുക്കിവിടുന്ന് 7:30 ആകുമ്പോൾ പോവാം. അതിരാവിലെ ആ വീട്ടിൽ ചെന്ന് കയറുന്നത് മര്യാദയല്ലല്ലോ. അത് മതി, ദേവിക പറഞ്ഞു. പൂജാമുറിയിൽ അപ്പോൾ ഇന്ദിര ചേച്ചി വിളക്ക് കത്തിച്ചു കഴിഞ്ഞിരുന്നു. ചന്ദനത്തിരിയുടെ സുഗന്ധം വായുവിലൂടെ ഒഴുകി വന്നു.
പൂജാമുറിയിൽ ചെന്ന് തൊഴാനായി ഗോപികൃഷ്ണനും ദേവികയും എഴുന്നേറ്റു. സമയം രാത്രി 7 മണി. സർജറി വാർഡിലേക്ക് സൂരജ് ചെന്നപ്പോൾ ഗാഥ അവിടെ ഉണ്ടായിരുന്നു. നൈറ്റ് ഡ്യൂട്ടി തുടങ്ങിയോ? അയാൾ ചോദിച്ചു. അമ്മ വന്നത് പ്രമാണിച്ച് കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഡേ ഡ്യൂട്ടി ആയിരുന്നില്ലേ? അമ്മയ്ക്ക് എല്ലാം പരിചയമായ സ്ഥിതിക്ക് വീണ്ടും നൈറ്റ് എടുത്തു. കൂട്ടിന് മായച്ചേച്ചി ഉണ്ടല്ലോ. ഞാൻ പോകാൻ തുടങ്ങിയായിരുന്നു. ഗാഥ ഇവിടെ കാണുമെന്ന് വിചാരിച്ചേയില്ല, സൂരജ് പറഞ്ഞു. ഇനി ഒരാഴ്ച നൈറ്റ് എടുക്കേണ്ടി വരും. അമ്മ ഹാപ്പിയാണോ? പിന്നില്ലേ, ഒട്ടും വിചാരിക്കാതെയല്ലേ ഇങ്ങോട്ടൊരു ട്രാൻസ്ഫർ കിട്ടിയത്. അമ്മയ്ക്ക് എന്നും എന്നെ കാണാൻ പറ്റുമല്ലോ. അവൾ ചിരിച്ചു. മോൾക്ക് എന്നും അമ്മയെയും കാണാമല്ലോ, അയാൾ പറഞ്ഞു. അതെ, നനച്ചിരിക്കാതെ ഓരോരോ സൗഭാഗ്യങ്ങളെ. ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞാൽ നീറ്റിൻ്റെ കോച്ചിങ് സെൻറ്ററിൽ അഡ്മിഷൻ എടുക്കണം. അമ്മ ഇവിടെ ഉള്ളതൊരു വലിയ കാര്യമാണ്. സ്വസ്ഥതയുണ്ട്, നല്ല ഫുഡും കിട്ടും. കൂട്ടുകാരികൾ രണ്ടുപേരുടെയും പ്ലാനും ഇത് തന്നെയാണോ? ധന്യ ചിലപ്പോൾ തൃശ്ശൂർക്ക് പോകും. അവളുടെ വീട് കുന്നംകുളത്താണല്ലോ. രോഷിനി മിക്കവാറും ഇവിടെ തന്നെ ഉണ്ടാവും. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സൂരജിനെ സേതുമാധവൻ വിളിച്ചത്. എന്താ അങ്കിൾ? വെറുതെ വിളിച്ചതാണ്, എന്നാൽ അത്ര വെറുതെയല്ല. കുറച്ചു മുമ്പ് ഗോപീകൃഷ്ണൻ വിളിച്ചിരുന്നു. സൂരജിൻ്റെ അമ്മയെ ഇന്ന് കാണാൻ പറ്റാത്തതുകൊണ്ട് നാളെ രാവിലെ അവർ അമ്പലപ്പുഴയ്ക്ക് പോകാനാണ് പ്ലാന്. അത് കുഴപ്പമില്ല, 10 മണിയാകാതെ അമ്മ ഒരിടത്തേക്കും പോവുകയില്ല. അതിനു മുമ്പ് എന്നാൽ വീട്ടിൽ കാണും, അയാൾ പറഞ്ഞു. 8 മണിയോടെ അവർ ചെല്ലും. സൂരജിനെ ഗോപികൃഷ്ണൻ വിളിക്കും. അന്നേരം വഴി പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ. സൂരജ് ഇപ്പോൾ എവിടെയാണ്? സേതുമാധവൻ ചോദിച്ചു. ഹോസ്പിറ്റലാണ്. ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. ഇനി ക്വാർട്ടേഴ്സിലേക്ക് പോവാണ്. അപ്പോൾ രാത്രിയിലെ ഫുഡ്? പതിവായി തട്ടുകടയാണല്ലോ ശരണം. എങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കാം. അത് വേണ്ട അങ്കിളെ, ഈ നേരത്തെ ഇത്രയും ദൂരം വണ്ടി ഓടിക്കണ്ട, സൂരജ് പറഞ്ഞു. വണ്ടി ഓടിക്കാൻ ഡ്രൈവർ ഉണ്ടോ? ഞാൻ അവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി. ഞാൻ മെയിൻ ഗേറ്റിൻ്റെ വെളിയിൽ നിൽക്കാം. ഓക്കെ ഡൺ. സേതുമാധവൻ കോള് കട്ട് ചെയ്തു. എന്താണ് സംഭവം? ആകാംക്ഷയോടെ ഗാഥ ചോദിച്ചു. സേതു അങ്കിളാണ് വിളിച്ചത്, സൂരജ് പറഞ്ഞു. അത് മനസ്സിലായി. സേതുമാധവൻ പറഞ്ഞ കാര്യം അയാൾ അവളോട് പറഞ്ഞു. സത്യമായി എനിക്ക് സൂരജിനോട് അസൂയ തോന്നുന്നുണ്ട്, ഗാഥ ദുഃഖം അഭിനയിച്ചു. ഈ പാവം എന്നോടോ? സേതു അങ്കിളിൻ്റെ കൂടെ ഏതെങ്കിലും ഹോട്ടലിൽ ചെന്ന് ഈ സമയത്ത് ഫുഡ് കഴിക്കാൻ എനിക്കും ശരിക്കും കൊതിയുണ്ട്. സങ്കടം വേണ്ട, അസൂയയും വേണ്ട. സേതു അങ്കിളിനോട് ഇക്കാര്യം ഞാൻ പറയാം. അങ്കിൾ ഒരു ദിവസം വന്ന് മോളെ മാത്രമല്ല അമ്മയും ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകും. ഉറപ്പായിട്ടും പറയാം. തൽക്കാലം ഞാൻ പോവാം കുട്ടി. അരമണിക്കൂറിനകം അങ്കിള് വരും. അപ്പോഴേക്ക് ക്വാർട്ടേഴ്സിൽ ചെന്ന് കുളിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്ന് അങ്കിളിനെ കാത്തു നിൽക്കണം. ബൈ. ഗാഥ പുഞ്ചിരിച്ചു. സൂരജ് കുളി കഴിഞ്ഞ് വേഷം മാറ്റി മെയിൻ ഗേറ്റിനടുത്ത് വന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സേതുമാധവൻ്റെ കാറ് വന്നു നിന്നു. ബാക്ക് സീറ്റിൽ അയാളോടൊപ്പം സൂരജ് കയറിയിരുന്നു. ഗാഥയുമായി ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്കിള് വിളിച്ചത്. അവൾക്ക് എന്നോട് അസൂയ, സൂരജ് പറഞ്ഞു. എന്തിന്? അങ്കിളിനോടൊപ്പം വരാൻ സാധിക്കാത്തതിന്. അവൾ നൈറ്റ് ഡ്യൂട്ടിയാണ്. അതിനെന്താ, വേറൊരു ദിവസം നമുക്കൊന്നിച്ചു പോകാമല്ലോ, സേതുമാധവൻ ഏറ്റു. ഞാനത് പറഞ്ഞു. അപ്പോഴാണ് അവൾക്കൊരു സമാധാനമായത്. രണ്ടുപേരും ചിരിച്ചു. നമ്മളെങ്ങോട്ടാണല്ലേ പോകുന്നത്? സൂരജ് ചോദിച്ചു. പാളയത്തൊരു ഹോട്ടലുണ്ട്. നല്ല വെജിറ്റേറിയൻ ഫുഡ് കിട്ടും. അവിടുത്തെ പുട്ട് കഴിക്കാൻ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. വായിലിട്ട് അലിയും. അത്രയ്ക്കും സോഫ്റ്റാണ്, അതുപോലെ രുചിയും. കേട്ടിട്ട് തന്നെ വായിൽ വെള്ളം ഉറുന്നുണ്ടേ, സൂരജ് പറഞ്ഞു. കടലക്കറിയും മഷ്റൂം കറിയാണ് സൈഡ് ഡിഷ്. പിന്നെ തൊട്ടാ പൊടിയുന്ന പപ്പടമുണ്ട്. ഡ്രൈവറോട് കാറ് വേഗം വിടാൻ പറയാങ്ങളെ, സൂരജ് ആവശ്യപ്പെട്ടു. സേതുമാധവൻ ചിരിച്ചു. നല്ല കാർ പാർക്കിംഗ് സൗകര്യമുള്ള ഹോട്ടലായിരുന്നു അത്. ഭക്ഷണം കഴിക്കാനും ധാരാളം പേരുണ്ടായിരുന്നു. സേതുമാധവനും സൂരജും ഒരു ഒഴിഞ്ഞ കോണിൽ 2 സീറ്റ് കിട്ടി. പുട്ടിനാണ് അവർ ഓർഡർ കൊടുത്തത്. അല്പസമയം കഴിഞ്ഞപ്പോൾ ആവി പറക്കുന്ന പുട്ട് തളിർവാഴയിലയിൽ വെച്ച് പ്ലേറ്റിലാക്കി കൊണ്ടുവന്നു. മസാല മണമുള്ള കറികളും. മനീഷയ്ക്കുണ്ടായിരുന്ന കാർ ആക്സിഡൻറ്റ് ആരോ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയതെന്നാണ് ദേവികാൻ്റി എന്നോട് സംസാരത്തിനിടയിൽ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിലേ? ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ സൂരജ് ചോദിച്ചു. ദേവി അങ്ങനെ സംശയിക്കുന്നുണ്ട്, പക്ഷെ അതിലെന്തെങ്കിലും സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, സേതുമാധവൻ പറഞ്ഞു. അങ്ങനെ സംശയിക്കാൻ കാരണം എന്താണ്? പ്രിയദർശിനി ആൻറ്റിയുടെ ഒരു ബ്രദർ വെമ്പായൻ ചന്ദ്രൻ ചാല മാർക്കറ്റിലെ കമ്മീഷൻ ഏജൻ്റായിരുന്നു. മാർക്കറ്റിൽ ഓരോ ലോഡ് വരുമ്പോഴും ചന്ദ്രനങ്ങളുടെ പോക്കറ്റിലേക്ക് അതിൻ്റെ വീതം വീഴും. ക്യാൻസർ വന്നാണ് 7-8 കൊല്ലം മുമ്പ് മരിച്ചത്.
അവിവാഹിതനായിരുന്ന ചന്ദ്രനങ്ങൾ അനിയത്തിയായ പ്രിയദർശിനിയോടൊപ്പമായിരുന്നു താമസം. സേതുമാധവൻ പറയുന്നത് കേട്ട് സൂരജ് ശ്രദ്ധയോടെ ഇരുന്നു. പ്രിയദർശിനി ആൻറ്റിക്ക് 2 മക്കളാണ്. മൂത്തവൻ പ്രകാശൻ, ഇളയവള് ദേവിക. പ്രകാശൻ്റെ ഭാര്യയാണ് അരുന്ധതി. മരിക്കുന്ന സമയത്ത് ചന്ദ്രനങ്ങളിന് ഏതാണ്ട് 20 കോടിയുടെ സ്വത്തുണ്ടായിരുന്നു. അത് ഏതാണ്ട് തുല്യമായി പങ്കിട്ട് ഒരു ഭാഗം ദേവികയ്ക്കും മറ്റേത് പ്രകാശനും മരിക്കും മുമ്പേ അങ്കിൾ എഴുതി കൊടുത്തു. പണമായിട്ടോ അതോ ഭൂമിയായിട്ടോ? സൂരജ് വെറുതെ ചോദിച്ചു. ബാങ്ക് ഡിപ്പോസിറ്റും ഷെയർ മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റും കൂടാതെ ബൈപ്പാസിൻ്റെ ഇരുവശത്തും ഭൂമിയും വേറെ കെട്ടിടങ്ങളും തനിക്ക് കിട്ടിയ വിഹിതം കുറഞ്ഞുപോയി എന്ന് പരാതി പ്രകാശനുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അയാളുടെ ഭാര്യ അരുന്ധതിയാണ് അതിൻ്റെ പിന്നിലെന്ന് പറയുന്നു. സത്യം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അതല്ല ഇപ്പോഴത്തെ പ്രശ്നം, സേതുമാധവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഒരു ആക്സിഡൻറ്റിൽ ദേവികയുടെ മോള് മരിച്ചു. അതോടെ സമനില തെറ്റിയ അവളെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചത് ഗോപികൃഷ്ണൻ്റെ മകൾ മനീഷയുമായിട്ടുള്ള അടുപ്പമാണ്. ഗോപികൃഷ്ണൻ അവളെ വിവാഹം ചെയ്ത ശേഷം ചന്ദ്രനങ്ങളിൽ നിന്നും കിട്ടിയ സ്വത്ത് മുഴുവൻ അവൾ മനീഷയുടെ പേരിൽ എഴുതി വെച്ചു. മനീഷയ്ക്ക് 21 വയസ്സ് പൂർത്തിയാകുമ്പോൾ അത് മുഴുവൻ അവൾക്ക് സ്വന്തമാകും. അത് ശരി, സൂരജിന് ആശ്ചര്യമായി. മനീഷയ്ക്ക് ആ സ്വത്ത് മുഴുവൻ ദേവിക കൊടുത്തത് പ്രകാശനും അരുന്ധതിക്കും ഇഷ്ടപ്പെട്ട് കാണില്ല എന്നൊരു സംസാരമുണ്ട്. അന്യപുരുഷൻ്റെ മകളല്ലേ മനീഷ. അവൾക്കത് കിട്ടാതിരിക്കാൻ പ്രകാശനും അരുന്ധതിയും പ്ലാൻ ചെയ്ത് അവളെ കൊല്ലാൻ ശ്രമിച്ചതാണ് ഈ ആക്സിഡൻ്റ് എന്നാണ് ദേവികയുടെ വിശ്വാസം. സേതുമാധവൻ പറഞ്ഞു. ഏയ്, അവനങ്ങനെ ചെയ്യുമോ? സൂരജ് സംശയിച്ചു. അങ്ങനെ ചെയ്യില്ലെന്നാണ് ഗോപികൃഷ്ണൻ്റെയും വിശ്വാസം. കാരണം അരുന്ധതിയോടും പ്രകാശനോടും ഗോപികൃഷ്ണന് നല്ല ബന്ധമാണുള്ളത്. അവർ ഭക്ഷണം കഴിച്ചെഴുന്നേറ്റു. സന്തോഷത്തെക്കാളേറെ മനസ്സമാധാനം ഇല്ലാതാക്കുന്ന ഒരു സംഭവമാണ് പണം, അല്ലേ എങ്കിലേ? സൂരജ് ചോദിച്ചു. അതെ, അയാൾ പറഞ്ഞു. അവർ ഹോട്ടലിൽ നിന്നിറങ്ങി കാറിനടുത്തേക്ക് വന്നു. അപ്പോൾ ഡ്രൈവർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്കിളെ, ഇനി ഉള്ളൂർ വരെ എന്നെ കൊണ്ടുവിടാൻ വേണ്ടി മെനക്കെടണ്ട, ഞാനൊരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം, സൂരജ് പറഞ്ഞു. കൊള്ളാം, നല്ല തമാശ. വണ്ടിയിൽ കയറ്. വഴിയിലിറക്കി വിടാനാണ് ഞാൻ സൂരജിനെ ഇവിടം വരെ വിളിച്ചുകൊണ്ടുവന്നത്. മണി 9 കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഫ്ലാറ്റിൽ ചെന്നാലും ഉറങ്ങാൻ വൈകും, സേതുമാധവൻ പറഞ്ഞു. അയാൾ സൂരജിനെ മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വിട്ടു. താങ്ക് യു അങ്കിൾ ആൻഡ് ഗുഡ് നൈറ്റ്, സൂരജ് കാറിൽ നിന്ന് ഇറങ്ങി പറഞ്ഞു. ഗുഡ് നൈറ്റ്. സേതുമാധവൻ തിരിച്ചും സിറ്റിയിലേക്ക് പോകുമ്പോഴാണ് ഗോപികൃഷ്ണൻ്റെ വിളി വന്നത്. സേതു എവിടെയാ? ഞാൻ കാറിലാണ്, ഫ്ലാറ്റിലേക്ക് പോകുന്നു. ദേവിയുടെ അമ്മ കുറച്ചു മുമ്പ് തലയുറ്റി വീണു. മോള് പെട്ടെന്ന് ആംബുലൻസ് വരുത്തി അവിടെ കൃഷ്ണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. BP ലോ ആയതായിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? സീരിയസ് ഒന്നുമല്ലല്ലോ? സേതുമാധവൻ ചോദിച്ചു. ഏയ്, അങ്ങനൊന്നുമില്ല, ഇപ്പോൾ നോർമലായിട്ടുണ്ട്. എന്നാലും അറിഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കാൻ തോന്നിയില്ല. ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക, കായംകുളം കഴിഞ്ഞു, ഗോപികൃഷ്ണൻ പറഞ്ഞു. പതുക്കെ വന്നാൽ മതി, രാത്രിയാണ്. ഹൈവേയിൽ ട്രാഫിക്കിൻ്റെ കാര്യം ഞാൻ പറയാതെ തന്നെ ഗോപിക്കറിയാമല്ലോ. ഇപ്പോൾ തന്നെ ഞാൻ നെയ്യാറ്റിൻകരയ്ക്ക് പോകാം. അവിടുത്തെ കാര്യം ഓർത്ത് ടെൻഷനാവണ്ട, സേതുമാധവൻ പറഞ്ഞു. താങ്ക്സ് സേതു. സേതുമാധവൻ അപ്പോൾ തന്നെ നെയ്യാറ്റിൻകരയ്ക്ക് പോയി. കൃഷ്ണ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അമ്മൂമ്മയോടൊപ്പം മനീഷയുണ്ട്. മനീഷയാണ് മുറിയുടെ വാതിൽ തുറന്നത്. പ്രിയദർശന മയക്കത്തിലായിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട് മോളെ? അയാൾ ചോദിച്ചു. നാളെ ഡിസ്ചാർജ് ചെയ്യും, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അമ്മൂമ്മ വീണപ്പോൾ ഞാൻ പേടിച്ചുപോയി. ഭാഗ്യത്തിന് ഫ്രാക്ചറൊന്നുമില്ല, അവൾ പറഞ്ഞു. നന്നായി, നീ ഒറ്റയ്ക്ക്. ഗോപിയും ദേവിയും വരുന്നുണ്ട്, മമ്മി വിളിച്ചിരുന്നു. അമ്പലപ്പുഴ അമ്പലത്തിലും സൂരജ് ഡോക്ടറുടെ വീട്ടിലൊക്കെ പോകാനിരുന്നതാണ് നാളെ, അവൾ പറഞ്ഞു. അത് സാരമില്ല, ഇനി പോകുന്നത് നമ്മളെല്ലാവരും കൂടിയായിരിക്കും. അത് കേട്ടപ്പോൾ മനീഷയുടെ മുഖം പ്രസന്നമായി. രാത്രി 1 മണി കഴിഞ്ഞപ്പോൾ ഗോപികൃഷ്ണനും ദേവികയും വന്നു. സേതുവിന് റെസ്റ്റ് എടുക്കുമെങ്കിൽ ഇവിടെ വീട്ടിലേക്ക് പോകാം, നേരം വെളുത്തിട്ട് തിരുവനന്തപുരത്തിന് പോയാൽ മതി, ഗോപികൃഷ്ണൻ പറഞ്ഞു. വേണ്ട ഗോപി, ഡ്രൈവറുണ്ടല്ലോ, ഇപ്പോൾ തന്നെ പോകുന്നത് എനിക്ക് സൗകര്യം. അപ്പോൾ തന്നെ സേതുമാധവൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചുപോയി. പിറ്റേന്ന് വൈകുന്നേരം ഗോപികൃഷ്ണൻ അയാളെ വിളിച്ചു. തനിക്കിന്ന് വേറെ പ്രോഗ്രാമൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഫ്ലാറ്റിലേക്ക് വരാം, നമുക്കൊന്ന് കൂടണം. ഗോപി വരൂ. സന്ധ്യയ്ക്ക് മുമ്പ് ഗോപികൃഷ്ണൻ എത്തി. ബാഗുമായിട്ടാണ് കാറിൽ നിന്ന് ഇറങ്ങിയത്. ഫ്രിഡ്ജിൽ ഐസ് കാണുമല്ലോ? അയാളുടെ ചോദ്യം കേട്ടപ്പോഴേ സേതുമാധവന് കാര്യം മനസ്സിലായി. ഉണ്ടേ,
കുളി കഴിഞ്ഞ് വേഷം മാറി വന്ന രണ്ടുപേരും ലിവിങ് ഏരിയയിലെ സോഫകളിലിരുന്നു. ഗോപികൃഷ്ണൻ കൊണ്ടുവന്ന സ്കോച്ച് വിസ്കി 2 ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചിട്ട് അതിൽ ഐസ് കട്ടകൾ എടുത്തിട്ടു. 10-20 വർഷത്തിലേറെയായി മനസ്സിലിരുന്ന് വിങ്ങുന്ന ഒരു വേദനയുണ്ട് സുധ. എനിക്ക് വേറെ ആരോടും പറയാൻ പറ്റാത്തൊരു സത്യം. 2ാമത്തെ ലാർജ് കഴിഞ്ഞപ്പോൾ ഗോപികൃഷ്ണൻ പറഞ്ഞു. സേതുമാധവൻ ചോദ്യഭാവത്തിൽ അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇനിയും കുറച്ചുകൂടി വായിക്കാൻ താല്പര്യമില്ലായിട്ടല്ല, ഒത്തിരി വായിക്കാൻ കിടക്കുന്നു. ഈ നോവലിൻ്റെ പകുതി എത്തിയതേ ഉള്ളൂ, ഇനിയും ഒത്തിരി കിടക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നാളെ നമുക്ക് കാണാം. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ പോന്നോട്ടെ. പുതിയ ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെല്ലൈക്കൺ അമർത്തിക്കോളൂ. പിന്നെ ഇതെല്ലാം കുറച്ച് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നേരത്തെ കാണണമെങ്കിൽ നേരത്തെ തന്നെ കാണാം. മെമ്പർഷിപ്പ് പാക്കേജിലാണ്, വേണ്ടവർക്കൊക്കെ കാണാം. അല്ലെങ്കിൽ നോർമൽ ടൈമിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.